ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്ഥലത്ത് സിംബൽസ് യൂസ് ചെയ്യലുണ്ട് അല്ലേ. അതായത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഓർത്തിരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംബൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിലും ഒരുപാട് സിംബൽസ് യൂസ് ചെയ്യലുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട്, സിംബലുകൾ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൺവെൻഷൻസ് ആർ ദ ഗ്രാഫിക്കൽ സിംബൽസ് യൂസ്ഡ് വൈൽ മേക്കിംഗ് ഡ്രോയിങ്സ് ടു ഇൻഡിക്കേറ്റ് മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, എഞ്ചിനീയറിംഗ് കമ്പോണൻറ്റ്സ്, അങ്ങനെ പലതും ആവാം. അപ്പോൾ എവിടേക്കാണ് സിംബൽസ് യൂസ് ചെയ്യുന്നത്? മെറ്റീരിയൽസിനാവാം, ചിലപ്പോൾ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ്, എഞ്ചിനീയറിംഗ് കമ്പോണൻറ്റ്സ്, ഇവയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംബലുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ പ്രധാനമായിട്ടും സിംബലുകൾ ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫാസ്റ്റനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്ന സാധനങ്ങളാണ് നട്ട്, ബോൾട്ട്, റിവറ്റ്. ഇതൊക്കെ എന്താണ്, ഫാസ്റ്റനർ എന്നുള്ള ഒരു ഇതിലാണ് വരിക. ഫാസ്റ്റനർ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് അല്ലേ. നട്ട്, ബോൾട്ട്, റിവറ്റ്, ആ കാര്യങ്ങളൊക്കെ എന്താണ്, ആ ഒരു ഇതിൽ പെടും. പിന്നെ ബ്രാസ് എന്നല്ല, ബാൾസ് ആണ് കേട്ടോ. BAR ആണ്, ബാൾസ് ആൻഡ് പ്രൊഫൈൽ. അതുപോലെ വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പൈപ്പ് ജോയിൻറ്റ്. ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒരുപാട് സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വെൽഡിങ് ആണെന്നുണ്ടെങ്കിൽ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഓരോ ജോയിൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ ജോയിൻ്റൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏത് ജോയിൻ്റാണ് ഇന്ന സ്ഥലത്ത് വേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ്, സിംബലുകൾ ഉപയോഗിക്കും. അതുപോലെ സോൾഡറിങ്ങിൻ്റെ സ്ഥലത്ത് ഇലക്ട്രിക്കലൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒരുപാട് സിംബൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെൻറ്റ്സിനും ഇൻസ്ട്രുമെൻറ്റ്സിനും കമ്പോണൻസിനും മെറ്റീരിയൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തരത്തിലുള്ള സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഫാസ്റ്റനറാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഫാസ്റ്റനേഴ്സ് എന്ന് നോക്കാം. ഫാസ്റ്റനേഴ്സ് ആർ ദോസ് ഡിവൈസ് വിച്ച് ആർ യൂസ്ഡ് ടു ഹോൾഡ് 2 or more പാർട്സ് ഓഫ് എ മെഷീൻ ഓർ എ സ്ട്രക്ചർ. എന്താണ് ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ? രണ്ടിൽ കൂടുതൽ പാർട്ടുകളെ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കുന്നത്. 2 തരത്തിലുള്ള ഫാസ്റ്റനേഴ്സ് ഉണ്ട്. ഒന്ന് ടെമ്പററിയാണ്, ഒന്നെന്താണ്, ടെമ്പററി ഫാസ്റ്റനേഴ്സാണ്. അതിന് എക്സാമ്പിളാണ്, ടെമ്പററിക്ക് എക്സാമ്പിളാണ് നട്ട്, ബോൾട്ടൊക്കെ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഊരിയെടുക്കാം, ടൈറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒന്ന് പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സ് ഉണ്ട്. പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അതിന് എക്സാമ്പിളാണ് റിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബോൾട്ട്, നട്ട്, റിവറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ കാണാൻ പറ്റും. ഒന്നിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞു, സിംബൽസ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്. കണ്ടാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, സിംബൽസ്, അങ്ങനെയുള്ള പലത്തെ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിംബൽ എന്നുള്ള കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, അപ്പോൾ അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെറ്റീരിയൽ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 നട്ടിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് മെറ്റീരിയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഇതിൽ ഫസ്റ്റ് ചിത്രം നോക്കുക. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നട്ടിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ, കാർബൺ സ്റ്റീൽ എന്നാണ്, കാർബൺ സ്റ്റീൽ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി ഒരു നട്ടും ബോൾട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. പക്ഷേ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഒരു ഡിസൈൻ ഫീൽഡിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഡ്രോയിങ് ആയിരിക്കും. നമുക്കൊരു ചിലപ്പോൾ CAD-ലോ അല്ലെങ്കിൽ പേപ്പറിലോ ഉള്ള ഡ്രോയിങ് ആയിരിക്കും. ആ ഡ്രോയിങ്ങിൽ നിന്ന് വേണം നമ്മൾ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ആ ഡ്രോയിങ്ങിൽ അതിനെക്കുറിച്ച് മെറ്റീരിയലിൻ്റെ ഫുൾ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള സിംബലുകളാണ് ഉപയോഗിക്കുക. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള സിംബൽസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു സിംബലാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു സിംബൽ നോക്കിയിട്ട്, ആ ഒരു ഡ്രോയിങ്ങിൽ നിന്നും ആ ഒരു സിംബൽ നോക്കിയിട്ട് അത് കാർബൺ സ്റ്റീൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ. പിന്നെ ഇതിൽ എല്ലാ ഡ്രോയിങ്ങും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിലൊരു 3
വ്യത്യസ്ത ലൈൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കാർബൺ സ്റ്റീൽ ക്വെഞ്ച്ഡ് ആൻഡ് ടെമ്പേർഡ് എന്നാണ്. ക്വെഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റുള്ള ഒരു മെറ്റീരിയലിനെ പെട്ടെന്ന് കൂൾ ചെയ്താൽ, വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ എയറിൽ വെച്ചിട്ടോ സഡൻ ആയിട്ട് അതിനെ കൂൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്വെഞ്ചിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ചിത്രം, അതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ വരയ്ക്കേണ്ട ചിത്രങ്ങളാണ്, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീലാണ്. അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പും കാര്യങ്ങളും അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുണ്ടാകുന്ന തുരുമ്പും കാര്യങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള സ്റ്റീലിൻ്റെ മെറ്റീരിയലിനെ കാണിക്കുന്നതാണ് ഇത് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. നാലാമത്തെ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ സ്റ്റീൽ ക്വെഞ്ച്ഡ് ആൻഡ് ടെമ്പേർഡ്. നേരത്തെ കാണിച്ച ഇതിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ സെയിം തന്നെയാണിത് നാലാമത്തെയും വരുന്നത്. അപ്പോൾ കണ്ടോ, ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമ്മൾ എന്ത് വേണം, ഈ ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ തന്നെ വരുന്ന വേറൊരു 4 ഏതൊക്കെയാണ് നോക്കാം. കാർബൺ സ്റ്റീൽ ആൻഡ് ക്വെഞ്ച്ഡ് ടെമ്പേർഡ് തന്നെയാണ് ആദ്യത്തെ വരുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ റെസിസ്റ്റൻസ് സ്റ്റീൽ തന്നെയാണ്. അതിന് പ്രത്യേകം എന്താ വെച്ചാൽ അറ്റ്മോസ്ഫിയറിലെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ്, ക്വെഞ്ച്ഡ് ആൻഡ് ടെമ്പേർഡും കൂടിയാണ്. പിന്നെ വരുന്നത് കാർബൺ സ്റ്റീലാണ്. പിന്നെ ഒരു മീഡിയം കാർബൺ സ്റ്റീൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ചിത്രത്തിനും, ഇപ്പോൾ നേരത്തെ കാണിച്ചുള്ള 4 ഈ ഒരു കാണിച്ച 4 ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളത്. പക്ഷേ ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ മെറ്റീരിയൽ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി വരാൻ പോകുന്നത് റിവറ്റ് സിമ്പിളാണ്. അപ്പോൾ റിവറ്റിൻ്റെ സിമ്പിൾസ് പഠിക്കുന്നതിന് മുമ്പേ എന്താണ് റിവറ്റ് എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ റിവറ്റ് എന്ന് പറഞ്ഞാൽ റിവറ്റ്സ് ആർ ഷോർട്ട് സിലിണ്ട്രിക്കൽ പീസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ഹാവിങ് എ ഹെഡ് അറ്റ് വൺസ് എൻഡ് ആൻഡ് എ സ്ലൈറ്റ്ലി ടാപ്പേർഡ് ടെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു, നട്ടും ബോൾട്ടും എന്ന് പറയുന്നത് ടെമ്പററി ഫാസ്റ്റനേഴ്സാണ്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഊരിയെടുക്കാം, ഫിറ്റ് ചെയ്യാം അല്ലേ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്, അത് ഊരിയെടുക്കാൻ സാധിക്കില്ല. മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ റിവറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ പ്രോസസ്സിൽ 2 പ്ലേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. ഇതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ടെയിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി റിവറ്റിൻ്റെ ജോയിൻസ് വരുന്നത് ലാബ് ജോയിൻറ്റ്, ബഡ് ജോയിൻറ്റ്, അങ്ങനെയാണ് റിവറ്റിൻ്റെ ജോയിൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് റിവറ്റിൻ്റെ സിമ്പിൾസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് ലാർജ് ഡ്രോയിങ്സ് വേർ നമ്പർ ഓഫ് റിവറ്റ്സ് ആർ യൂസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഡ്രോ ഓൾ റിവറ്റ്സ്. എന്താ പറയുന്നത്, റിവറ്റിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ലാർജ് ഡ്രോയിങ്സ് പറഞ്ഞാൽ വലിയ ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്ത് വരും, ഒരുപാട് റിവറ്റുകൾ വരും അല്ലേ. ഒരുപാട്, ഒരു റിവറ്റോ 2 റിവറ്റോ അല്ല, ചിലപ്പോൾ 1 കൂടുതലും 2 കൂടുതലും ഒരുപാട് റിവറ്റുകൾ വരാം. അപ്പോൾ എല്ലാത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സിമ്പിൾ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ഫോർ ദിസ് ഗേജ് ലൈൻ ആർ ഡ്രോൺ ആൻഡ് ലൊക്കേഷൻ ഓഫ് റിവറ്റ്സ് ആർ ഷോൺ ബൈ ലൈൻ സിമ്പിൾ ആസ് പെർ ISI. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BISൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് റിവറ്റിൻ്റെ സിമ്പിളും കാര്യങ്ങളും എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റും അതുപോലെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചിത്രമാണ് നിങ്ങൾ വരച്ചെടുക്കേണ്ടത്. ഈ നോട്ട് എഴുതിയതിന് ശേഷം ഈ ഒരു ചിത്രം വരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 5 റിവറ്റിൻ്റെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ 5 സിമ്പിൾസും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് ഏതാണ്, അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഫസ്റ്റുള്ളത് ഏതാണ്, ഷോപ്പ് സ്നാപ്പ് ഹെഡ് റിവറ്റാണ്. ഫസ്റ്റുള്ളത് ഏതാണ്, സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്നാപ്പ് ഹെഡിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ഏതാണ്, ഷോപ്പ് CSK നിയർ സൈഡ് റിവറ്റാണ്. ഓക്കെ, നിയർ സൈഡ്. അതുപോലെ ഫാർ സൈഡ്, നിയർ സൈഡ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, ഫാർ സൈഡ് എന്ന് പറഞ്ഞാൽ ദൂരത്തുള്ളത്. പിന്നെ 2 സൈഡിലും വരുന്നതിൻ്റെ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈറ്റ് സ്നാപ്പ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് സിമ്പിൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി വരുന്നതാണ് ഇത്, ബാക്കിയുള്ള ഒരു 4 സിമ്പിൾസും കൂടി ഉണ്ട്. അതിൽ ലാസ്റ്റുള്ളത് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, ഓപ്പൺ ഹോൾ എന്നുള്ളത്. അപ്പോൾ അത് ഫുള്ള് ഒരു സർക്കിളും അത് ഫില്ല് ചെയ്തിട്ടുണ്ട്.
പിന്നെ നേരത്തെ 3 കാണിച്ചതിൻ്റെ അതേപോലത്തെ ടോപ്പിക്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് റിവറ്റഡ് ജോയിൻറ്റിൻ്റെ സിമ്പിൾസ്, അതിൻ്റെ ഒബ്ജക്റ്റും അതിൻ്റെ സിമ്പിൾസും. അപ്പോൾ ഈ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിവറ്റിൻ്റെ ഈ 9 സിമ്പിൾസും അതിൻ്റെ ഒബ്ജക്റ്റും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ റിവറ്റിൻ്റെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. താങ്ക് യു.